So next is the design of a column. ഇതിൽ ഫസ്റ്റ് തന്നെ ഡിസൈൻ പ്രൊസീജിയർ നോക്കാം. അതിൽ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് അസ്യൂം FCD വാല്യൂ. ഓക്കെ, സോ വി ഓൾറെഡി നോ ദ ഇക്വേഷൻ ഫോർ ലോഡിൻ്റെ ഇക്വേഷൻ ഏരിയ ഇൻറ്റു FCD. ഓക്കെ, സോ ഇതിൽ നമ്മൾ നേരത്തെ ഡിസൈൻ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് AE ആൻഡ് ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് FCD. ഇങ്ങനെയായിരുന്നു സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസൈൻ എന്ന് വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് ദിസ് ഏരിയ. നമ്മൾ ഈ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആൻഡ് വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് ഏരിയ ഇസ് സേഫ്. ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയ സേഫ് ആണോ എന്ന്, ആ ഡിസൈൻ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ദറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിസൈൻ. അപ്പോൾ ഈ ഡിസൈനിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ P വാല്യൂ തന്നിട്ടുണ്ടാകും, FCD വാല്യൂ അസ്യൂം ചെയ്യുക. ഓക്കെ, so we have to find area. So area can be found out by P by FCD. So ഈ area calculate ചെയ്യാനായിട്ട് P value will be given, that is the factored load, and FCD value we have to assume. So that will be different for different sections. അതായത് ആംഗിൾ സെക്ഷൻ ആണെങ്കിൽ FCD value will be 90 Newton per mm square, and for beam section it will be rolled beam section, it will be 135 Newton per mm square. ഓക്കെ, അതായത് I സെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 135 Newton per mm square. ആൻഡ് ഫോർ മെമ്പേഴ്സ് ക്യാരിങ് ഹെവി ലോഡ്, സോ ഈ ഹെവി ലോഡ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ സ്പെഷ്യലി ദിസ് ബിൽട്ടപ്പ് സെക്ഷൻസ്, ഓക്കെ, കോമ്പൗണ്ട് കോളംസ് അല്ലെങ്കിൽ ബിൽട്ടപ്പ് സെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ 200 Newton per mm square ആണ് അസ്യൂം ചെയ്യേണ്ട വാല്യൂ. സോ ഇത് ക്വസ്റ്റ്യനിൽ ഏതാണോ തന്നിരിക്കുന്നത് അതനുസരിച്ച് FCD വാല്യൂ ഒരെണ്ണം അസ്യൂം ചെയ്യുക. ഓക്കെ, സോ ദറ്റ് ഈസ് അവർ സ്റ്റെപ്പ് 1. Again, step 2 is effective sectional area. So we have to calculate the effective sectional area required. അപ്പോൾ AEയുടെ equation, that is P by FCD. Okay, ഇതിൽ P ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫാക്ടേർഡ് ലോഡ് വാല്യൂ ആണ് P and FCD is the assumed value. നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് FCD. Okay, so from that we will find out the value for effective area. സോ ഇഫക്റ്റീവ് ഏരിയയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ഏരിയ ആയിരിക്കും നമ്മളുടെ സെക്ഷൻ്റെ ഏരിയ. ഓക്കെ, സോ ആ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സെക്ഷൻ SP6 നിന്നോ അല്ലെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ഫ്രം ദി സ്റ്റീൽ ടേബിൾ. സോ ദറ്റ് ഈസ് AE. ഓക്കെ, അഗെയിൻ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്ത ഈ ഒരു സെക്ഷണൽ ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് സേഫ് ആണോ, അതായത് ഈ ഒരു ഡിസൈൻ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വി ഹാവ് ടു ഫൈൻഡ് P. നമ്മൾ ബാക്കിലേക്ക്, അതായത് ഇതുവരെ ചെയ്തത് വി ഫൗണ്ട് ഔട്ട് AE ആൻഡ് നൗ ഇൻ ഓർഡർ ടു ചെക്ക് വെദർ ദിസ് ഡിസൈൻ ഈസ് സേഫ് വി ഹാവ് ടു ഫൈൻഡ് P വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, P വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഫാക്ടേർഡ് വാല്യൂ തന്നിട്ടുണ്ടാകും. ഓക്കെ, അതല്ലാതെ ഒരു P വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക വിത്ത് ദിസ് ഗിവൺ ഏരിയ. ഓക്കെ, അഗെയിൻ അതായത് ആ ഒരു സെക്ഷൻ വെച്ചിട്ട് P വാല്യൂ നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രീവിയസ് ക്ലാസ്സിൽ ഡിസൈൻ സ്ട്രെങ്ത് P കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. സോ ഈ സെയിം സ്റ്റെപ്പിലിട്ടിട്ട് അഗെയിൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് P. ഓക്കെ, P ഈസ് ഈക്വൽ ടു AE ഇൻറ്റു FCD. FCD ആ ടേബിളിൽ നിന്നൊക്കെ ഇതിൽ നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ വി ആർ അസ്യൂമിങ് FCD. ഓക്കെ, രണ്ടാമത് ചെയ്യുമ്പോൾ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ചെയ്യുന്ന സെയിം സ്റ്റെപ്സ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിരുന്ന ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടിരുന്ന സെയിം സ്റ്റെപ്സ് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യുക, P വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ വിൽ ഗെറ്റ് വാല്യൂ ഫോർ Pക്ക് ഒരു ആൻസർ കിട്ടും. ഈ P ദിസ് വാല്യൂ ഇതെന്ന് വെച്ചാൽ ഡിസൈൻ, അതായത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത സെക്ഷൻ്റെ ലോഡാണ് P. ഓക്കെ, സോ എപ്പോഴും ഡിസൈൻ ചെയ്യുന്ന ആ സെക്ഷൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഫാക്ടേർഡ്. ഓക്കെ, സോ ഡിസൈൻ ലോഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ഫാക്ടേർഡ് ലോഡ്. അതായത് ഈ ഒരു സെക്ഷൻ്റെ ലോഡ് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ ഗിവൺ ലോഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അതായത് സ്ട്രെങ്ത്തിൻ്റെ ദാറ്റ് സെക്ഷൻ്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ഫാക്ടേർഡ് വാല്യൂ. ഓക്കെ, സോ ഈ ഒരു ചെക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഗ്രേറ്റർ അല്ല ലെസ്സർ ആണെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗ്രേറ്റർ മീൻസ് വി ഹാവ് ടു റീഡിസൈൻ. ഓക്കെ, വിൽ സീ ദാറ്റ് ഇൻ എ പ്രോബ്ലം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് assume FCD value, then find out the AE
with the given factored load value and the assumed FCD value. അതിനുശേഷം നമ്മൾ P കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആക്ച്വൽ P വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആക്ച്വൽ P വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് AE ആൻഡ് FCD. സോ AE നമ്മളിപ്പോൾ കിട്ടിയ വാല്യൂ തന്നെയാണ് AE. ഓക്കെ, ദെൻ ആ ഒരു സെക്ഷൻ്റെ R മിനിമം കാൽക്കുലേറ്റ് ചെയ്യുക. R മിനിമം കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, KL/R മിനിമം. സോ സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ okay, if we know Fy value we can find out FCD, same as what we have done in the previous questions, load carrying capacity യുടെ ക്വസ്റ്റ്യൻസിൽ ചെയ്ത പോലെ തന്നെ. again P value calculate ചെയ്യുക. okay, so how will you find out the P value? AE into FCD. It is load is equal to area into stress. So area is this area of the section, and stress is this FCD value. okay, FCD value table 9 ABCD യിൽ നിന്ന് കിട്ടും. okay, again we have to check. ഇപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത ആക്ച്വൽ P വാല്യൂ ഗ്രേറ്റർ ആകണം. ഗ്രേറ്റർ അല്ല, ലെസ്സർ വാല്യൂ ആണെങ്കിൽ we have to redesign. okay, so we will see that in a problem. So design a single angle strut connected to a gusset plate to carry a factored load 180 kN. Length of the strut between the center to center connection is 3 meter. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് 180 kN, ദറ്റ് ഈസ് എ ഫാക്ടേർഡ് ലോഡ്, ആൻഡ് ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡിസൈൻ എ സിംഗിൾ ആംഗിൾ സ്ട്രട്ട് എന്നാണ്. സോ യു ഹാവ് ടു ഡിസൈൻ എ ആംഗിൾ സ്ട്രട്ട്. ഓക്കെ, ആംഗിൾ സ്ട്രട്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന സെക്ഷൻ. So given data is factored load and length 3 meter. Then design, we have to design a single angle strut, that is strut എന്ന് വെച്ചാൽ സെയിം ആസ് കോളത്തിൻ്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡിസൈൻ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ഡിസൈൻ. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അല്ല, ഡിസൈൻ ആണ്. ഓക്കെ, സോ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്ട്രെങ്ത് ആണോ ഡിസൈൻ ആണോ എന്ന് നോക്കണം. സോ സ്ട്രെങ്ത് പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ ചെയ്ത പോലെ ആണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ഡിസൈൻ പ്രോബ്ലം ആണെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു അസ്യൂം FCD വാല്യൂ. സോ ഹിയർ വി ക്യാൻ അസ്യൂം ദി FCD വാല്യൂ. അപ്പോൾ ആംഗിൾ സെക്ഷൻ ആണെങ്കിൽ 90 Nm/mm² ആണ് അസ്യൂം ചെയ്യേണ്ട വാല്യൂ. ഓക്കെ, സോ അസ്യൂംഡ് FCD വാല്യൂ ഈസ് 90 Nm/mm². അഗെയിൻ വി ഹാവ് ടു ഫൈൻഡ് AE വാല്യൂ. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സെക്ഷണൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ദറ്റ് ഇസ് P/FCD. P 180 kN എന്ന് തന്നിട്ടുണ്ട്. അതിനെ 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ബിക്കോസ് ദറ്റ് ഇസ് ഇൻ kN. 180 kN നമുക്ക് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിന് 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് സോ P ഡിവൈഡഡ് ബൈ FCD. സോ ദ അസ്യൂംഡ് വാല്യൂ ഫോർ FCD ഈസ് 90. സോ യു വിൽ ഗെറ്റ് എൻ ഏരിയ 2000 mm². ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഏരിയ, എഫക്റ്റീവ് ഏരിയ. അഗെയിൻ നമ്മളപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയയെക്കാളും ഒരു ഹയർ ആയിട്ടുള്ള ഏരിയയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ടേക്ക് ഏരിയ ഗ്രേറ്റർ ദാൻ ദിസ് ഏരിയ. ഓക്കെ, ഈ കിട്ടിയ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു വാല്യൂ ഏരിയയിൽ അങ്ങനെയുള്ളൊരു സെക്ഷൻ ചൂസ് ചെയ്യണം. ദറ്റ് സെക്ഷൻ ക്യാൻ ബി ചൂസൺ ഫ്രം SP6. അപ്പോൾ ആംഗിൾ സെക്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈക്വൽ ആംഗിൾ ഓർ അൺഈക്വൽ ആംഗിൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദറ്റ് ഈസ് അപ് ടു യു. സോ ഇവിടെ ഞാൻ ഈക്വൽ ആംഗിൾ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു ഈക്വൽ ആംഗിൾ ആണ് കംപ്രഷൻ മെമ്പേഴ്സ് ആണെങ്കിൽ വിച്ച് ഈസ് മോർ പ്രിഫറബിൾ, ദറ്റ് ഈസ് ഈക്വൽ ആംഗിൾ ഈസ് മോർ പ്രിഫറബിൾ. ഓക്കെ, സോ ISA ആംഗിൾ സെക്ഷൻ, അതായത് ഈ നിങ്ങൾ SP6 എടുക്കുക. SP6 ഈ 2000 എബോവ് വരുന്ന ഏരിയാസ് നോക്കുക. ഓക്കെ, ആംഗിൾ സെക്ഷനിൽ ഈക്വൽ ആംഗിൾ സെക്ഷനിൽ 2000 എബോവ് വരുന്ന ഏരിയാസ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 100/100/12 ഇങ്ങനെ ഒരു ഏരിയ കിട്ടും. ഓക്കെ, സോ എപ്പോഴും ബെറ്റർ എന്ന് വെച്ചാൽ കുറച്ചൊരു ഹയർ വാല്യൂ, ഒരു കൺസിഡറബിളി ഹയർ ആയിട്ടുള്ളൊരു വാല്യൂ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മളിപ്പോൾ ഈ ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ റീഡിസൈൻ ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ഓക്കെ, അതായത് ഈ ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം ഒരു 200 മാത്രമേ ഇൻക്രീസ് ഉള്ളൂ. ഓക്കെ, 2259. സോ ഒരു ചെറിയൊരു ഇൻക്രീസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു കൺസിഡറബിൾ ഇൻക്രീസ് ഉള്ള ഒരു സെക്ഷൻ തന്നെ ചൂസ് ചെയ്യുക.
കാരണം ഇപ്പോൾ ഈ ഒരു സെക്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റീഡിസൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് ഞാൻ റീഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോബ്ലം കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളെപ്പോഴും സെക്ഷൻ ചൂസ് ചെയ്യാൻ നേരത്ത് ഒരു കൺസിഡറബിൾ ഇൻക്രീസ് ഉള്ള ഹയർ വാല്യൂ ചൂസ് ചെയ്യുക. ഒരു 20%, 30% ഒക്കെ ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോൾ 2259 mm², ദാറ്റ് ഈസ് 100/100/12 സെക്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹയർ ഡിഫറൻസിൽ ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, റീഡിസൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ ഒന്നും കൂടെ പിന്നെ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അത് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഹയർ ഏരിയ ചൂസ് ചെയ്യുക. ഓക്കെ, സോ SP6 പേജ് 10 ആൻഡ് അവിടെ നമുക്ക് R മിനിമം വാല്യൂ കിട്ടും. ദറ്റ് ഈസ് 19.4 mm എന്ന് കിട്ടും. ഓക്കെ, സോ ഇതൊരു ആംഗിൾ സെക്ഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് സിംഗിൾ ആംഗിൾ സെക്ഷനാണ്. സോ ഡയറക്റ്റ് അതിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യാം നമുക്ക്. അതായത് നിങ്ങൾ എങ്ങനെയാണോ ഒരു ഡിസൈൻ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇനി ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ K വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ ഇപ്പോൾ നമ്മുടെ എൻഡ് കണ്ടീഷൻസ് ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ എൻഡ് കണ്ടീഷൻസ് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അതായത് അസ്യൂം സിംഗിൾ ആംഗിൾ സ്ട്രട്ട് വിൽ ബി കണക്റ്റഡ് ടു എ ഗസറ്റ് പ്ലേറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 bolt. ഇപ്പോൾ 2 boltൻ്റെ കേസ് ആണെങ്കിൽ K ഈസ് ഈക്വൽ ടു 0.85. ഓക്കെ, സോ ഈ അസ്യൂം ചെയ്ത കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ Kയുടെ വാല്യൂ 0.85 എന്ന് കിട്ടിയതെന്ന് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും അസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ, അതിപ്പോൾ എന്താണെങ്കിലും ശരി, അസ്യൂം ചെയ്യുന്നത് എപ്പോഴും മെൻഷൻ ചെയ്തേക്കുക. ഓക്കെ, സോ K വാല്യൂ ഈസ് 0.85 ആൻഡ് so lambda is equal to KL/R min, and ഇവിടെ മിനിമം വാല്യൂ അറിയാം. K is 0.85 and L is 3 meter, so 3 × 10⁻³ mm. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. സോ ലാംഡ ഈസ് 131.44 ആൻഡ് ആംഗിൾ സെക്ഷൻ ആണ്. ആംഗിൾ സെക്ഷൻ ആയതുകൊണ്ട് ബക്ലിംഗ് ക്ലാസ് എപ്പോഴും C ആയിരിക്കും. ആൻഡ് FY is 250. Although you can assume that. Okay, and FCD, so corresponding to FY 250 ആണെങ്കിൽ the FCD value will be interpolate ചെയ്തിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ the value will be in between 130 and 140. 131 എന്ന് പറയുമ്പോൾ the value will be in between 130 and 140. So FCD value കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? we know this value is this value is 66.2 plus x ചെയ്യുക. ഓക്കെ, സോ അതല്ല എങ്കിൽ യു ക്യാൻ ഡു ഇൻ ദിസ് മാനർ ഓൾസോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ 74 നിന്ന് ഇത് മൈനസ് ചെയ്തു ഈ ഒരു പോർഷൻ. ഓക്കെ, 74 നിന്ന് ഈ ഒരു പോർഷൻ മൈനസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, so you can do it in either way. അപ്പോൾ ഇതിൽ 74.3 പ്ലസ് 66.2 മൈനസ് 74.3 ഡിവൈഡഡ് ബൈ 140 മൈനസ് 130 ഇൻറ്റു 131 മൈനസ് 130. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് നിങ്ങൾ യൂഷ്വലി ഇൻ്റർപൊളേറ്റ് ചെയ്യാൻ നേരത്ത് യു വിൽ ഗെറ്റ് എൻ ആൻസർ ലൈക്ക് ദിസ്. ഓക്കെ, ദറ്റ് ഈസ് ഓർ ഇങ്ങനെ എഴുതാം. അതായത് എക്സ് ഡിവൈഡഡ് ബൈ ദിസ് ഇസ് 140 മൈനസ് 131.44 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഒരു ലെങ്ത് എന്ന് വെച്ചാൽ 74.3 മൈനസ് 74.3 മൈനസ് 66.2. ഓക്കെ, ഡിവൈഡഡ് ബൈ 140 മൈനസ് 130. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 66.2. സോ ദെൻ ഓൾസോ യു വിൽ ഗെറ്റ് ദി സെയിം വാല്യൂ. ഓക്കെ, അപ്പോൾ FCDയുടെ വാല്യൂ അങ്ങനെ ഇൻ്റർപൊളേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക.
സോ എഫ് സി ഡി വാല്യൂ കിട്ടിയാൽ ആക്ച്വൽ ലോഡ് നമുക്ക് കിട്ടും. ദറ്റ് ഈസ് എ ഇ ഇൻറ്റു എഫ് സി ഡി. സോ എ ഇ എന്ന് വെച്ചാൽ ആംഗിൾ സെക്ഷൻ്റെ ഏരിയ. ഓക്കെ, ആൻഡ് എഫ് സി ഡി ഇസ് ദ എഫ് സി ഡി വാല്യൂ വിച്ച് വി ഹാവ് കാൽക്കുലേറ്റഡ് ഫ്രം ടേബിൾ 9C. സോ ഫ്രം ഹിയർ യു വിൽ ഗെറ്റ് 165. 165 ആണ് ലോഡ് കിട്ടിയിരിക്കുന്നത്. സോ വി ഹാവ് ടു ചെക്ക്. ഓക്കെ, അതായത് ഈ ഒരു സെക്ഷൻ്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ 165.2 ഉള്ളൂ. പക്ഷേ ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയായിരുന്നു? ദ ലോഡ് ആക്ടിങ് ഓവർ ദിസ് ഇസ് 180. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷന് ഈ 165 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ 180 kN it cannot withstand this load. Okay, so the design is not safe, so we have to redesign. So 165.2 kN is less than 180, so we have to redesign. ഓക്കെ, റീഡിസൈൻ ചെയ്യാമെന്ന് വെച്ചാൽ എന്താ, നമ്മളൊരു ഹയർ സെക്ഷൻ പിന്നെയും ഇപ്പോൾ എടുത്തതിൻ്റെ ഒരു ഹയർ സെക്ഷൻ ചൂസ് ചെയ്യുക. അതല്ല നിങ്ങൾ ആദ്യമേ തന്നെ ഇപ്പോൾ ഈ ഒരു സെക്ഷൻ ആയിരുന്നു ചൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ റീഡിസൈനിൻ്റെ ആവശ്യം വരില്ലായിരുന്നു. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ 2000 എബവ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 2200 എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻക്രീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2500 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് മച്ച് ഇൻക്രീസ്. സോ ഈ ഒരു വാല്യൂ ആണ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ഏരിയ വെച്ചിട്ട്, അതായത് 2502 വെച്ച് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ കിട്ടുന്നത് നിങ്ങൾ SP60 ടേബിളിൽ നോക്കുമ്പോഴത്തേക്ക്, അതായത് 2000-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ നോക്കുക. അത് SP6 നിന്ന് കിട്ടും. ഓക്കെ, സോ SP6 ISA സെയിം പേജിൽ തന്നെ ISA 110 × 110 × 12. ഓക്കെ, സോ 110 × 110 × 12 എത്രയാണ് വരുന്നത് നോക്കുക. സോ ഏരിയ വിൽ ബി 2502 ആൻഡ് ദ ആർ മിനിമം വാല്യൂ ഇസ് 21.3. ഓക്കെ, സോ സെയിം സ്റ്റെപ്സ് തന്നെ പ്രൊസീഡ് ചെയ്യുക. ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു KL/R min. ബാക്കിയെല്ലാം സെയിം ആണ്. K is 0.85 ആൻഡ് L is 3 × 10⁻³ mm. R മിനിമത്തിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് വിൽ ബി ഡിപ്പെൻഡഡ് ഓൺ ദിസ് ISA 110 × 110 × 12. Okay, so ഇതിൽ നിന്ന് FCD, if we know the lambda value and FY value, we can find out the FCD value. Interpolate ചെയ്യുക, 84 എന്ന് കിട്ടും. So 84 into the new area. Okay, പുതിയ ഏരിയ into 84, that will give us 210. So 210 എന്നുള്ള ഒരു വാല്യൂ 180-യേക്കാളും ഗ്രേറ്റർ ആണ്. സോ ദിസ് ഡിസൈൻ ഇസ് സേഫ്. ഓക്കെ, അതായത് നമ്മൾ ചൂസ് ചെയ്ത സെക്ഷന് 210 ഉണ്ട് സ്ട്രെങ്ത്. ഇപ്പോൾ 210 സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അതിലിപ്പോൾ 180 ലോഡ് വന്നു കഴിഞ്ഞാൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദറ്റ് ഈസ് ഇറ്റ് ഈസ് എ സേഫ് ഡിസൈൻ. ക്ലിയർ? So hope this is clear. So next is a column 4 meter long has to support a factored load of 6000 kN. Okay, so 6000 kN ആണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. It is effectively held at both ends and restrained in direction at one end. So designed column using the beam section and plate. ഓക്കെ, സോ എത്രയാണ് ഫാക്ടേർഡ് ലോഡ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഇസ് ഗിവൺ 4 മീറ്റർ ആണ് ലെങ്ത്. ഓക്കെ, ദ കോളം ഈസ് എഫക്റ്റീവ്ലി ഹെൽഡ് അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് വെച്ചാൽ രണ്ട് എൻഡ്സിലും ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ ഓഫ് ദി എൻഡിൽ റീസ്ട്രെയിൻഡ് ഇൻ ഡയറക്ഷൻ, അതായത് ഹിഞ്ച് സപ്പോർട്ടാണ്. ഓക്കെ, വൺ ഓഫ് ദി ഇതിൽ ഇറ്റ് ഈസ് റീസ്ട്രെയിൻഡ് ഇൻ ഡയറക്ഷൻ, ദറ്റ് ഈസ് ട്രാൻസ്ലേഷൻ പാർട്ട് ഫിക്സ്ഡ് ആണ്. സോ ഫിക്സ്ഡ് ട്രാൻസ്ലേഷൻ, അതായത് ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, 0.8 ആയിരിക്കും കെയുടെ വാല്യൂ. ദറ്റ് ഈസ് ഈ കേസ് എന്ന് വെച്ചാൽ വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ ഹിഞ്ച്ഡ്. ഓക്കെ, so given data you have to mark P is 6000 kN, L is 4 meter and one end fixed, other is hinged, and K value is 0.8. Okay, so question le beam section and plate ennu parayunnundu, that means it is a built up section. Okay, so നമ്മൾ built up section ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 is we have to assume FCD value. അപ്പോൾ ഇവിടെ ആംഗിൾ സെക്ഷൻ അല്ല, ബിൽട്ട് അപ്പ് സെക്ഷൻ ആണ്. അപ്പോൾ ഹെവി ലോഡ്സ് ആണെങ്കിൽ നമ്മൾ 200 Nm/mm² ആണ് എടുക്കുക. ഓക്കെ, അഗെയിൻ സ്റ്റെപ്പ് 2 is സെക്ഷണൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം P
പി വാല്യൂ ഫാക്ടേർഡ് വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ FCD വാല്യൂ തന്നിട്ടുണ്ട്, നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, സോ നമുക്ക് അറൗണ്ട് ദിസ് വാല്യൂ 30 × 10⁻³ mm² എന്ന് കിട്ടും. സോ വാട്ട് ഈസ് എ ബിൽട്ടപ്പ് സെക്ഷൻ? ഒരു ബിൽട്ടപ്പ് സെക്ഷനിൽ ഒരു ഐ സെക്ഷനും കാണും, പ്ലേറ്റ്സും കാണും. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി എ ബിൽട്ടപ്പ് സെക്ഷൻ. ആൻഡ് ഇപ്പം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ ചൂസ് ചെയ്യണം. പ്ലേറ്റും ചൂസ് ചെയ്യണം, 2 പ്ലേറ്റും ചൂസ് ചെയ്യണം, അതുപോലെ ഒരു ഐ സെക്ഷനും ചൂസ് ചെയ്യണം. പക്ഷേ നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ ടോട്ടൽ ഏരിയയാണ് ഈ തന്നിരിക്കുന്ന 30 × 10⁻³. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്പ്ലിറ്റ് ചെയ്യുക. സോ വി ഹാവ് ടു സ്പ്ലിറ്റ് ദിസ് ഏരിയ. അപ്പോൾ ഇത് ഐ സെക്ഷനും 2 പ്ലേറ്റിനും വേണ്ടി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഐ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഷുഡ് ഒരു 30 × 10⁻³ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഹാഫ്, ഓക്കെ, അബൌട്ട് ഹാഫ് ഓഫ് ദി പോർഷൻ അല്ലെങ്കിൽ 1/3 പോർഷൻ ഐ സെക്ഷൻ എടുക്കുക. 1/3 to 1.5 പോർഷൻ എപ്പോഴും ഐ സെക്ഷൻ ആയിട്ട് എടുക്കുക. ആൻഡ് ബാലൻസ് പ്ലേറ്റിനും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ ബിൽട്ടപ്പ് സെക്ഷൻ്റെ കേസിൽ അപ്പോൾ ഇവിടെ 30,000 ആണ് വരുന്നത്. അപ്പോൾ 30,000-ൽ നിന്ന്, ഓക്കെ, 30,000-ൻ്റെ ഒരു ഹാഫ് എന്ന് വെച്ചാൽ 15,000 to 1/3. ഓക്കെ, സോ 1/3 എന്ന് പറയുമ്പോൾ 10,000. സോ 10,000 to 15,000 അറൗണ്ട് ഈ ഒരു ഏരിയ. ഓക്കെ, ദാറ്റ് ഈസ് 1/3 to ഹാഫ്. ഓക്കെ, ഹാഫ്. So 1/3 to half of the area ഐ സെക്ഷന് കൊടുക്കുക, റിമൈനിങ് ഏരിയ പ്ലേറ്റ്സിനും കൊടുക്കുക. ഓക്കെ, ദറ്റ് ഈസ് ഒരു 10,000 to 15,000-ൻ്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഐ സെക്ഷൻ കൊടുക്കുക. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? SP6-ൽ ഐ സെക്ഷൻ്റെ പാർട്ട് എടുക്കുക. അപ്പോൾ ഐ സെക്ഷനിൽ IS HB IS MP IS JB എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും യു ക്യാൻ ചൂസ് എനിത്തിങ്. ഓക്കെ, പക്ഷേ ഡെപ്ത്ത് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന 300 to 450 ഡെപ്തിലുള്ള ഏതെങ്കിലും ഒരു ഐ സെക്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഹാവ് ടേക്കൺ ഇയർ IS HB 450 അറ്റ് അതിന് 92.5 kg/m. സോ ഈ ഒരു ഇത് കിട്ടുന്നത് SP6-ൽ നിന്നാണ്. ഓക്കെ, സോ SP6 ആൻഡ് സോ ഹാവ് ടേക്കൺ ദിസ് പെർട്ടിക്കുലർ സെക്ഷൻ 450 at 92.5. അപ്പോൾ അതിൻ്റെ ഏരിയ വാല്യൂ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് 117.89 എന്ന് SP6-ൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് 11789 mm². അതായത് 10,000-ൻ്റെയും 15,000-ൻ്റെയും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ്. ഓക്കെ, സോ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച്, ഇപ്പോൾ ഐ സെക്ഷനാണ്. ഓക്കെ, സോ ഐ സെക്ഷൻ്റെ ഏരിയ ആണ് ഈ 11789 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ചും അതുപോലെ തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ചും നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അതായത് SP6-ൽ തന്നെ കാണും. സോ BF ദറ്റ് ഈസ് ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ 250 ആണ് ആസ് പെർ SP6 തന്നിരിക്കുന്നത്. ഓക്കെ, സോ നോട്ട് ദാറ്റ് ഓൾസോ. അഗെയിൻ നമുക്ക് ഏരിയ ഓഫ് ദി 2 പ്ലേറ്റ്സ് കാണണം. ഓക്കെ, 2 പ്ലേറ്റ്സിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ ഐ സെക്ഷൻ്റെ ഏരിയ മൈനസ് ചെയ്യുക. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ഇറ്റ് 18,211. അപ്പോൾ അത് 2 പ്ലേറ്റിൻ്റെയും കൂടെ ഏരിയ ആണ് ഈ 18,000. ഓക്കെ, ഈ 2 പ്ലേറ്റിൻ്റെയും കൂടെ ഏരിയ ആണ് 18,211. അപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഒരു പ്ലേറ്റിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ദിസ് ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് 9105 ആണ് ഒരു പ്ലേറ്റിൻ്റെ ഏരിയ. ഓക്കെ, അതായത് ഈ ഒരു ഏരിയ ആണ് 9105. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വിഡ്ത്തും തിക്നെസ്സും നമുക്കറിയണം. ഓക്കെ, സോ തിക്നെസ് ഒരു 20 mm പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ 20 mm. ഓക്കെ, സോ അതാണ് യൂഷ്വലി പ്ലേറ്റിൻ്റെയൊക്കെ തിക്നെസ് 20 mm ആയിട്ട് എടുക്കുക. സോ ഇഫ് യു ആർ അസ്യൂമിങ് എ 20 mm തിക്ക് പ്ലേറ്റ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്ലേറ്റിൻ്റെ വിഡ്ത്ത് 20 mm. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ഏരിയ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോ വാട്ട് വിൽ ബി ദ വിഡ്ത്ത്? So area is equal to width into thickness. Okay, so width is unknown. So what will be width? Width will be area divided by thickness. Okay,
So area divided by thickness ചെയ്യുക. Area of one plate divided by thickness, that will give us the width of the plate. So width of the plate 455 എന്നാണ് വരുന്നത്, നമുക്ക് 500 എന്ന് എടുക്കാം. Okay. So we have to provide 500 by, അതായത് 500 width and 20 is the thickness. 500 widthും 20 mm thick ആയിട്ടുള്ളൊരു പ്ലേറ്റ് ഐ സെക്ഷൻ്റെ രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. സോ വാട്ട് വിൽ ബി ദ ടോട്ടൽ ഏരിയ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഐ സെക്ഷൻ പ്ലസ് ഒരു പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ് 20 ആൻഡ് വിഡ്ത്ത് ആണ് 500. അപ്പോൾ രണ്ട് പ്ലേറ്റ് ആകുമ്പോൾ 2 × 20 × 500. ഓക്കെ. സോ ടോട്ടൽ നമുക്ക് 31,789 എന്നൊരു വാല്യൂ കിട്ടി. ഓക്കെ. സോ ദിസ് പെർട്ടിക്കുലർ വാല്യൂ ഈസ് ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ 30 × 10⁻³ ആയിരുന്നു നമ്മളുടെ ഏരിയ. ഓക്കെ, റിക്വയർഡ് ഏരിയ. അപ്പോൾ അതിനേക്കാളും ഒരു കൂടിയൊരു ഏരിയ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. സോ വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് ഏരിയ ഈസ് ഓക്കെ. ഈ ഒരു ഡിസൈൻ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദി പി വാല്യൂ. ഓക്കെ, പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഗെറ്റ് FCD വാല്യൂ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡ് ദി FCD വാല്യൂ ആൻഡ് ദെൻ പി വാല്യൂ. ഓക്കെ. സോ ഇതാണ് നമ്മളുടെ സെക്ഷൻ. ഇതിലൊരു ചെറിയ കാര്യം കൂടെ നോട്ട് ചെയ്യാനുണ്ട്. ദറ്റ് ഈസ്, സോ ഐ സെക്ഷൻ, ദിസ് വാസ് ദി ഐ സെക്ഷൻ. ഇതിൻ്റെ ഈ ഒരു ലെങ്ത് എന്ന് വെച്ചാൽ, ഓക്കെ, സോ ഈ ഒരു ലെങ്ത് 250. ഓക്കെ, ആൻഡ് ദിസ് ഇസ് 500. അങ്ങനെയാണെങ്കിൽ ഈ ഓവർ ഹാങ്ങിൻ്റെ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഓവർ ഹാങ്ങിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 500/2. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 500/2 മൈനസ് ഈ ഡിസ്റ്റൻസ് 250/2. ഓക്കെ, ഇതായിരിക്കും ഈ ഓവർ ഹാങ്ങിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ദറ്റ് ഈസ് 500/2 മൈനസ് ദിസ് വിൽ ഗീവ് ദി ഓവർ ഹാങ് ലെങ്ത്ത്. സോ ഓവർ ഹാങ് ലെങ്ത്ത് കിട്ടും 125 എന്നാണ് കിട്ടുന്നത്. അഗെയിൻ ദിസ് ഓവർ ഹാങ് ലെങ്ത്ത് നമുക്ക് ക്ലോസിൽ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ദ ഓവർ ഹാങ് ലെങ്ത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 12 times തിക്നെസ് ഓർ 200 mm. അപ്പോൾ ഈ രണ്ട് വാല്യൂസിനേക്കാളും ഗ്രേറ്റർ ആകാൻ പാടില്ല. ഓക്കെ, സോ 12 times തിക്നെസ് എന്ന് വെച്ചാൽ 12 × 20, അതായത് 240 ആൻഡ് 200. സോ നമുക്ക് കിട്ടിയത് 125 ആണ്. അപ്പോൾ ഈ 125 എന്നുള്ള വാല്യൂ ഈസ് ലെസ് ദാൻ 240 ആൻഡ് 200. സോ ദിസ് ഇസ് സേഫ്. ഓക്കെ, അപ്പോൾ ഓവർ ഹാങ്ങും കൂടി ചെക്ക് ചെയ്യുക ബിൽട്ടപ്പ് സെക്ഷൻ്റെ കേസാണെങ്കിൽ. ഓവർ ഹാങ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഐ സെക്ഷൻ്റെ ഈ പുറത്തേക്ക് എത്രയാണ് നിൽക്കുന്നതെന്ന് നോക്കുക പ്ലേറ്റിൻ്റെ. ഓക്കെ, അതാണ് ഓവർ ഹാങ്. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 12 times തിക്നെസ് ഓർ 200 mm. നമുക്ക് കിട്ടിയ വാല്യൂ 125 ആണ്. സോ ദറ്റ് ഈസ് ലെസ്സർ. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ലെസ്സർ വാല്യൂ ആണ്. സോ സേഫ് ഡിസൈൻ ആണ്. അഗെയിൻ വി ഹാവ് ടു ഫൈൻഡ് FCD വാല്യൂ ആൻഡ് പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ബിൽട്ടപ്പ് സെക്ഷൻ ആണെങ്കിൽ ബക്ലിംഗ് ക്ലാസ് C ആയിരിക്കും. എപ്പോഴും അത് തന്നെയാണ്. പേജ് 44 ഓക്കെ, ദെൻ FY 250. Again we have to find the slenderness ratio. The slenderness ratio 0.8 into length into R minimum. Again built up section ആയതുകൊണ്ട് നമുക്ക് R minimum കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ I വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് IZZും IYYയും കാൽക്കുലേറ്റ് ചെയ്യുക. അഗെയിൻ IZZും IYYയും നമുക്ക് SP6ൽ നിന്ന് കിട്ടില്ല. കാരണം ദിസ് ഇസ് എ ബിൽട്ട് അപ്പ് സെക്ഷൻ. ഇങ്ങനെ നമ്മൾ രണ്ട് സെക്ഷൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടില്ല. വി ഹാവ് ടു കാൽക്കുലേറ്റ് ഇറ്റ് യൂസിങ്, അതായത് ഫോർമുലാസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ്? IXX എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരും. ഓക്കെ, IZZ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ്. ഓക്കെ, അതായത് ഈ ഐ സെക്ഷൻ്റെ വാല്യൂ തന്നെയായിരിക്കും IZZ കിട്ടുക. ആൻഡ് IYY എന്ന് വെച്ചാലും ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ടു ഫൈൻഡ് IYY വാല്യൂ. ഓക്കെ, സോ ഈ രണ്ട് വാല്യൂസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ടോട്ടൽ ഫോർ ദിസ് കംപ്ലീറ്റ് സെക്ഷൻ. So how will you calculate? Let's see that. So IZZ of the built up section is IZZ of I section plus 2 times IZZ of plate. Okay, ഏതെങ്കിലും ഒരു പ്ലേറ്റിൻ്റെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും വാല്യൂ വേണം. ഓക്കെ, സോ
ഫസ്റ്റ് വൺ ഇസ് ഐ സെഡ് ഇസ്. അപ്പോൾ ഐ സെക്ഷൻ്റെ ഐ സെഡ് ഇത്, പ്ലേറ്റിൻ്റെ ഐ സെഡ് ഇത് വരും അല്ലേ. രണ്ട് പ്ലേറ്റിൻ്റെ ഐ സെഡ് ഇസഡ് എന്ന് വെച്ചാൽ ഇത് വരും. ഐ സെഡ് ഇസഡ് ഐ സെക്ഷൻ, ഐ സെഡ് ഇസഡ് പ്ലേറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അതിൻ്റെ കൂടെ ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഐ എം ടേക്കിംഗ് ദിസ് പെർട്ടിക്കുലർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ ഇസഡ് ഇസഡ് 1 ഐ സെക്ഷൻ. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് SP6 നിന്ന് കിട്ടും. ഓക്കെ, അഗെയിൻ ദാറ്റ് പ്ലസ് ഐ ഇസഡ് ഇസഡ് ഓഫ് പ്ലേറ്റ്. ഓക്കെ, ഐ ഇസഡ് ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വി നീഡ് ടു ഫൈൻഡ് ദി പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പാരലൽ ആക്സിസ് തിയറം എന്ന് വെച്ചാൽ ഈ രണ്ട് ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് h ആണെങ്കിൽ, വാട്ട് ഈസ് പാരലൽ ആക്സിസ് തിയറം? ഐ ഇസഡ് ഇസഡ് 2 ഇതെന്ന് വെച്ചാൽ ഐ ഇസഡ് ഇസഡ് പ്ലസ് ഏരിയ ഇൻറ്റു h സ്ക്വയർ. ഓക്കെ, സോ ഏരിയ ഇൻറ്റു h സ്ക്വയർ ഇതാണ് ഈ ഒരു വാല്യൂ. സോ ഇതിൻ്റെ കൂടെ എത്രയാണ്? 2 times. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ആർ ഗെറ്റിംഗ് the moment of inertia of the complete section. So I z of the section is equal to I z of I section plus 2 times I z of the first plate section. Okay, so I z of I section നമുക്ക് തന്നിട്ടുണ്ട്, and I z of plate എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്ലേറ്റിൻ്റെത്, that is 500 BH cube by 12. Okay, BH cube by 12 ആണ് വാല്യൂ. സോ BH cube by 12 plus ഏരിയ ഇൻറ്റു h സ്ക്വയർ. ഏരിയ എന്ന് വെച്ചാൽ 500 into 20 and h എന്ന് വെച്ചാൽ the distance between, okay, this distance. Okay, ഈ ഡിസ്റ്റൻസ് ആണ് h. ഓക്കെ, സോ ഈ ഐ സെഡ് ഇസഡിൻ്റെ വാല്യൂ നമുക്കറിയാം. ഐ സെഡ് ഇസഡിൻ്റെ കൂടെ എന്ത് കൂടെ ആഡ് ചെയ്യണം? ഏരിയ ആഡ് ചെയ്യുക, AH സ്ക്വയർ ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇഫ് ദിസ് വാല്യൂ ഇസ് BH cube by 12, സോ BH cube by 12 ആണ് ഈ വാല്യൂ. ഓക്കെ, പ്ലസ് ഏരിയ എന്ന് വെച്ചാൽ 500 into 20, സോ 500 into 20 ആൻഡ് H വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ഓക്കെ, സോ വാട്ട് ഇസ് ദാറ്റ് ഡിസ്റ്റൻസ്? ഇത് 450 ആണ്. 450 പ്ലസ് 10. ഓക്കെ, സോ 450 പ്ലസ് 10 സ്ക്വയർ. 450 by 2. ഓക്കെ, 450 by 2 ആണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇത് 450 by 2, കാരണം ഈ ടോട്ടൽ ഐയുടെ ഡിസ്റ്റൻസ് ആണ് 450. ഓക്കെ, ISHB 450 ആയിരുന്നു. സോ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 450. അങ്ങനെയാണെങ്കിൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 450 by 2. Okay, so from there we'll get the IZ of the I section and IZ of the total section and IYY of the built up section എന്ന് വെച്ചാൽ that is ഇതിൻ്റെ രണ്ടിൻ്റെയും സം. ഓക്കെ, അതായത് ഐ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ that is directly given in IYY of SP6 തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതെന്ന് വെച്ചാൽ dB cube by 12 into 2. Okay, so from there we'll get the value for IYY. So IYY കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? R minimum കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കാം. 1508 and 447. So minimum value is this one. Okay, ഇതാണ് മിനിമം I value. So minimum value divided by area will give the minimum. R minimum ഇങ്ങനെയാണ് കിട്ടുക. Okay, R minimum calculate ചെയ്യുക. If once we find the R minimum value, so lambda is equal to K L by R minimum. L അറിയാം, K അറിയാം, R minimum അറിയാം. Find the slenderness ratio. Slenderness ratio calculate ചെയ്ത് കഴിഞ്ഞിട്ട് ടേബിൾ 9C നിന്ന് FCD value calculate ചെയ്യുക, interpolate ചെയ്തിട്ട്. Okay, you will get FCD as 214.92 Newton per mm square. So actual value is 214 into total area of the complete built up section മൊത്തത്തിലുള്ള area. Okay, so 6832 എന്ന് കിട്ടും. That is greater than 6000, hence the design is safe.
ഐ ഹോപ്പ് ദിസ് മച്ച് തിങ് ഇസ് ക്ലിയർ. അതായത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് FCD വാല്യൂ അസ്യൂം ചെയ്യുക, ദെൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഈ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏരിയ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക.